morning to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ പറഞ്ഞിട്ടുണ്ടായ ഇതെന്താണെന്ന് നോക്കാം. അത് നമുക്ക് ഇന്റർപോളേഷന് വേണ്ടിയിട്ട് ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫോർവേഡിലും അതേപോലെ തന്നെയാണ്, ഇവിടെ അതേപോലെ രണ്ട് വേരിയബിൾ എക്സ് വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. അതിൽ എക്സിൻ്റെ വാല്യൂസ് x0, x1 എക്സെട്ര xn ആണെന്ന് വിചാരിക്കുക. അത് മാത്രമല്ല, ഈ വാല്യൂസിൻ്റെ പ്രത്യേകത x0, x1 എക്സെട്ര xn ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അതായത് ഈക്വി സ്പേസ്ഡ് വാല്യൂസ് ഓഫ് എക്സ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാകുക. അതായത് ആദ്യത്തെ വാല്യൂ x0 ആണെങ്കിൽ രണ്ടാമത്തെ വാല്യൂ x0 പ്ലസ് h, അടുത്ത വാല്യൂ x2 എന്ന് പറയുന്നത് x1 പ്ലസ് h എക്സെട്ര. ലാസ്റ്റ് വാല്യൂ xn എന്ന് പറയുന്നത് xn മൈനസ് 1 പ്ലസ് h. ഇങ്ങനെയായിരിക്കും നമുക്ക് ഈക്വി സ്പേസ്ഡ് വാല്യൂസ് ഓഫ് എക്സ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാകുക. ഇനി വൈയുടെ കറസ്പോണ്ടിങ് വാല്യൂസ് എന്ന് പറയുന്നത് y0, y1 എക്സെട്ര yn ആണെന്ന് കൺസിഡർ ചെയ്യും. ഇനി നമുക്ക് ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് എക്സിൻ്റെ വേറൊരു വാല്യൂ ആയ എക്സ് പ്രൈം, അതിൻ്റെ കറസ്പോണ്ടിങ് y പ്രൈം എന്തായിരിക്കും എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫോർവേഡിൽ ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നേരം എക്സ് പ്രൈമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് വാല്യൂ x0ൻ്റെ നെയ്ബർഹുഡിലുള്ള ഒരു വാല്യൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇവിടെ ബാക്ക്വേർഡ് ഇന്റർപോളേഷനകത്ത് നമ്മൾ എക്സ് പ്രൈം എന്ന് പറയുന്നത് ലാസ്റ്റ് വാല്യൂ xnൻ്റെ നെയ്ബർഹുഡിലുള്ള ഒരു വാല്യൂ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് വാല്യൂ ആയ xnൻ്റെ നെയ്ബർഹുഡിലായിരിക്കണം എക്സ് പ്രൈം. ഇനി നമ്മൾ ഫോർവേഡിൽ ഇതുപോലെ തന്നെ ഇവിടെ യു എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. യു എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുക്കുന്നത് എക്സ് പ്രൈം മൈനസ് xn ഡിവൈഡ് ബൈ എച്ച്. ഫോർവേഡിൽ നമ്മൾ ഇതേപോലെ എടുത്തിരുന്നത് എക്സ് പ്രൈം മൈനസ് x0 ബൈ എച്ച് എന്നായിരുന്നു. ഇവിടെ നമ്മൾ ബാക്ക്വേർഡിൽ എക്സ് പ്രൈം മൈനസ് xn ബൈ എച്ച്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആവശ്യം എന്താണ്? ഡിഫറൻസ് ടേബിൾ. ഇവിടെ നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിളാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സിൻ്റെ കോളം, വൈയുടെ കോളം, അതിൽ എക്സിൻ്റെ വാല്യൂ x0, x1, x2 എക്സെട്ര xn, വൈയുടെ വാല്യൂ y0, y1, y2 എക്സെട്ര yn. നമ്മൾ ഇവിടെ ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ ആയതുകൊണ്ട് ഫോർവേഡിൽ നമ്മൾ ഡെൽറ്റ എന്നുള്ള സിമ്പിളായിരുന്നു യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ തിരിച്ചിട്ടുള്ള ഡെൽ എന്ന സിമ്പിളായിട്ടാണ് നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസിൽ യൂസ് ചെയ്യുന്നത്. ഡിഫറൻസ് കാണുന്നതൊക്കെ സെയിം തന്നെ, പക്ഷെ ഇതിൽ എടുക്കുന്ന വാല്യൂസിൽ മാത്രമേ നമുക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ഇവിടെ ഡിഫറൻസ് y1 മൈനസ് y0. ഫോർവേഡിൽ നമ്മൾ ഇതിനെ ഡെൽറ്റ y0 എന്നായിരുന്നു ഡിനോട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ ഡെൽ y1 ആണ്. ഡെൽ y1 മൈനസ് y0ൻ്റെ ആ ഡിഫറൻസ് നമ്മൾ ഡെൽ y1 എന്നുള്ള സിമ്പിളാണ് അത് നമ്മൾ ഇതിൻ്റെ മിഡിലായിട്ട് എഴുതി. ഇനി അടുത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ഇതിൻ്റെ മിഡിലായിട്ട്, അത് ഏതാണ് ഡിഫറൻസ്? y2 മൈനസ് y1. അത് നമ്മൾ ഡെൽ y2 എന്നാണ്, നോട്ട് ഡെൽ y1, ഇറ്റ് ഈസ് ഡെൽ y2. ഓക്കെ, എക്സെട്ര ലാസ്റ്റ് വൺ എന്തായിരിക്കും? yn മൈനസ് 1ൻ്റെയുംynൻ്റെ ഇടയ്ക്കായിട്ട് വരുന്നത് അത് ഡെൽ yn ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു yn മൈനസ് yn മൈനസ് 1. ഇനി അടുത്ത സെക്കൻഡ് ഓർഡർ ബാക്ക്വേർഡ് ഡിഫറൻസ് ഡെൽ സ്ക്വയർ. ഇതേപോലെ എന്ത് വരും? ഡെൽ y2 മൈനസ് ഡെൽ y1. ഇതിൽ നിന്ന് ഇത് സെപ്പറേറ്റ് ചെയ്യുക. അതിന് നമ്മൾ ഏത് സിമ്പിളുണ്ട്? ഡെൽ സ്ക്വയർ y2 എന്ന സിമ്പിളുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ നമുക്ക് ഡെൽ ക്യൂബ്, ഡെൽ 4 അങ്ങനെ ഈ ഡിഫറൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ
ബാക്ക്വേർഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷൻ്റെ ഫോർമുലയിലേക്ക് ആവശ്യമായിട്ട് വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ആദ്യം y, പിന്നെ ഡെൽ y, അടുത്തെന്തായിരിക്കും ഡെൽ സ്ക്വയർ y, ഡെൽ ക്യൂബ് y, എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഫോർമുല? ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുല, അതായത് എക്സ് പ്രൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y പ്രൈം വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനാണല്ലോ നമ്മൾ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ആ ഫോർമുല ഇവിടെ നമുക്ക് വരുന്നത് ഇതാണ്: yn പ്ലസ് u ഇൻറ്റു ഡെൽ yn പ്ലസ് u ഇൻറ്റു u പ്ലസ് 1, ഫോർവേഡിൽ u ഇൻറ്റു u മൈനസ് 1 ആയി, ഇവിടെ u ഇൻറ്റു u പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽ സ്ക്വയർ yn, ഫോർവേഡിലൊക്കെ ഇത് ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0 അങ്ങനെ ആ രീതിയിലായിരുന്നു. ഇവിടെ ഡെൽ yn, ഡെൽ സ്ക്വയർ yn, എക്സെട്ര ലാസ്റ്റ് വൺ u ഇൻറ്റു u പ്ലസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു u പ്ലസ് n മൈനസ് 1 divided by n factorial into del n yn. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് the value of e raised to minus 1.9 from the following values of e raised to minus x. e raised to minus x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കുറച്ച് എക്സുകളുടെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് e raised to minus 1.9ൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അത് ഏതൊക്കെയാണ് ഇവിടെ നോക്കാം. എക്സിൻ്റെ വാല്യൂ 1, 1.25, 1.5, 1.75, 2. എക്സിൻ്റെ y വാല്യൂസ് കറസ്പോണ്ടിങ് 0.3679, 0.2865, 0.22, 31, 0.1738, 0.1353. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് ഓഫ് എക്സിൻ്റെ ഈക്വി സ്പേസിലാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂസിൻ്റെ ഗ്യാപ്പ് ഇവിടെ അല്ലെങ്കിൽ ഈക്വൽ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ തന്നെ 1, 1.2, അതായത് h is equal to 0.25. ഇവിടെ x നോട്ട് എന്ന് പറയുന്നത് എന്താണ്? 1, x എന്ന് പറയുന്നത് 2. അപ്പോൾ ഇവിടെ u നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഏതാണ്? ഏത് എക്സിൻ്റെ കറസ്പോണ്ടിങ് y വാല്യൂ ആണ്? എക്സ് പ്രൈം, അതായത് 1.9 എക്സിൻ്റെ സ്ഥാനത്ത് വരുമ്പോഴുള്ള y വാല്യൂ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ e raised minus എക്സിൻ്റെ വാല്യൂ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് പ്രൈം 1.9. സോ ഇവിടെ നമ്മൾ u എന്തായിട്ട് എടുക്കുക? എക്സ് പ്രൈം മൈനസ് എക്സ് എൻ ബൈ എച്ച് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അതായത്
1.9 മൈനസ് എക്സിന് എത്രയാണ് 2 ഡിവൈഡഡ് ബൈ എച്ച് എത്രയാണ് 0.25. അതായത് ഇതിൻ്റെ വാല്യൂ വരുന്നത് -0.4 എന്നാണ്. ഇതാണ് യു വരുന്നത്. യുവിൻ്റെ വാല്യൂ -0.1. ഇനി നമുക്കിതിലേക്ക് ആവശ്യം എന്താണ്? ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ. അപ്പോൾ അത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ആദ്യം എക്സ് വൈ ഡെല്ല് കമ്പ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ വാല്യൂസ് 1, 1.25, 1.5, 1.75, 2, 0.3679, 0.2865, 0.2231, 0.1738, 0.1353. ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ദിസ് ഈസ് y0, y1 എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് അറിയാമല്ലോ. ദിസ് മൈനസ് ദിസ്. അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -0.0814. ഇതിന് നമ്മൾ എന്ത് സിമ്പിൾ ഉണ്ട്? ഡെൽ y1 എന്നാക്കി. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യരുത്. അപ്പോൾ കിട്ടുന്നത് -0.0634. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽ y2. അടുത്ത് ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യാം. അടുത്ത് വരിക -0.0493. അടുത്തത് -0.0385. ഇത് ഡെൽ y3. ഇത് ഡെൽ y4. അടുത്ത് ഡെൽ സ്ക്വയർ. ദിസ് മൈനസ് ദിസ് ചെയ്യുമ്പോൾ 0.0180. അടുത്ത് ദിസ് മൈനസ് ദിസ് 0.0141. ദിസ് മൈനസ് ദിസ് 0.0108. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ എന്തായിരിക്കും എന്നറിയാം? ഡെൽ സ്ക്വയർ y2 ആയിരിക്കും. ദിസ് ഈസ് ഡെൽ സ്ക്വയർ y3. ദിസ് ഈസ് ഡെൽ സ്ക്വയർ y4. അടുത്ത ഓർഡർ ഡിഫറൻസ് ടേബിൾ ഡെൽ ക്യൂബ്. ദിസ് മൈനസ് ദിസ് എന്ത് വരും? -0.0039. അത് ഡെൽ എന്തായിരിക്കും വരിക? ഡെൽ ക്യൂബ് y3. അടുത്ത് ദിസ് മൈനസ് ദിസ് -0.0033. ദിസ് ഇസ് ഡെൽ ക്യൂബ് y4. ലാസ്റ്റ് വൺ ദിസ് മൈനസ് ദിസ് എന്താ വരിക? 0.0006. അത് ഡെൽ 4 y4. ദിസ് ഈസ് ഡെൽ 4 y4. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിളായി. നമുക്ക് ഫോർമുലയിലേക്ക്. ഫോർമുല എന്തായിരുന്നു? y പ്രൈം ഇസ് ഈക്വൽ ടു yn പ്ലസ് u ഇൻറ്റു ഡെൽ yn പ്ലസ് u ഇൻറ്റു u മൈനസ് u പ്ലസ് 1 ഇൻറ്റു ഡെൽ സ്ക്വയർ yn divided by 2 factorial plus u into u plus 1 into u plus 2 divided by 3 factorial into del cube yn. അടുത്ത u into u plus 1 into u plus 2 into u plus 3 divided by 4 factorial into del 4 yn. അതായത് ഇവിടെ നമ്മൾ ഇത്രയായിട്ട് ഡെൽ വൈ ഓക്കെ. ഇവിടെ n എത്രയാണ്? ഇവിടെ x0, x1, x2, x3, x4. അതായത്
അല്ലെങ്കിൽ ഇവിടെ നമുക്കിത് y0 നമ്മളിത് പറഞ്ഞിട്ടത് y0, y1, y2, y3, y4 ഇതാണ് നമ്മളെ y വാല്യൂസ്. അതിൽ ലാസ്റ്റിലെ വാല്യൂ ആണല്ലോ yn. അത് n എത്രയാണ് ഇവിടെ വരുന്നത്? 4. ഓക്കെ, അപ്പോൾ 4 ആകുമ്പോൾ നമുക്കിത് y4 del y4 അല്ലേ, del സ്ക്വയർ y4 del ക്യൂബ് y4 del 4y4 അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ആ ഫോർമുല ഇവിടെ n 4 ആയതുകൊണ്ട് വരുന്നത്. ഇങ്ങനെ ഈ ഫോർമുല എഴുതിയ ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഈ del 4 del y4 del സ്ക്വയർ y4 ഇതൊക്കെ ഏതാണ് ഇതിൽ വരുന്നത് നോക്കാം. ആദ്യം ഇതിൽ ആവശ്യം നമുക്കുള്ള വാല്യൂ ഏതാണ്? y4 എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ del y4 del ഫസ്റ്റ് ഓർഡർ ഡെല്ലിൻ്റെ വാല്യൂ ഈ കോളത്തിലാണ്. അതിൽ del y4 എന്ന് പറയുന്നത് ഇത്. del സ്ക്വയർ y4 എന്ന് പറയുന്നത് ഇത്. del ക്യൂബ് y4 del 4y4. അതായത് നമ്മൾ ഫോർവേഡിൽ ചെയ്ത് ഇതിൻ്റെ മുകളിലുള്ള ഡയഗണൽ വാല്യൂസ് ആണ് കൺസിഡറെങ്കിൽ ബാക്ക്വേർഡിൽ ഇതിൻ്റെ താഴെയുള്ള ആ ഡയഗണൽ വാല്യൂസ് ആയിരിക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം y4 എന്ന് പറഞ്ഞാൽ 0.1353 പ്ലസ് u എത്രയായിരുന്നു? -0.4 ഇൻറ്റു del y4 അത് എത്രയാണ് വരുന്നത്? -0.0385 പ്ലസ് u ഇൻറ്റു u പ്ലസ് 1 -0.4 u പ്ലസ് 1 -0.4 പ്ലസ് 1 2 ഫാക്ടോറിയൽ ഇൻറ്റു del സ്ക്വയർ y4 എന്ന് പറയുന്നത് -0.0108. അടുത്തത് -0.4 -0.4 പ്ലസ് 1 -0.4 പ്ലസ് 2 divided by 3 ഫാക്ടോറിയൽ ഇൻറ്റു അടുത്തത് അവരെ del ക്യൂബ് അല്ലേ, del ക്യൂബ് y4 അതായത് എത്രയാണ്? -0.0033 പ്ലസ് u ഇൻറ്റു u പ്ലസ് 1 ഇൻറ്റു u എന്ന് പറഞ്ഞാൽ -0.4 -0.4 പ്ലസ് 1 -0.4 പ്ലസ് 2 ഇൻറ്റു -0.4 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു del 4y4 അതാണ് ഈ സംഭവം. ഇത് -0.0006 അങ്ങനെ ഇതെല്ലാം നമ്മൾ ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതെല്ലാം കാൽക്കുലേറ്റർ വെച്ച് തെറ്റാതെ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് അവസാനം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് y3 വാല്യൂ 0.1499. ഓക്കെ, ഇതാണ് e⁻1.9 കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആയിട്ട് നമുക്ക് ഈ ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ പ്രകാരം വരുന്നത്. ഓക്കെ, താങ്ക് യു.